നമസ്കാരം. BMS ഡോക്ടർ ചാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വിവിധ രോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആരോഗ്യ ബോധവൽക്കരണവും ഒപ്പം അവബോധവും സൃഷ്ടിക്കുന്നതിനായി ചെയ്യുന്ന ഈ ഒരു എപ്പിസോഡിൽ ഇന്നത്തെ അതിഥി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സീനിയർ സൈക്കോളജിസ്റ്റ് ഡോക്ടർ രശ്മി സുധീറാണ്. വെൽക്കം മാം. മാഡം, ഒക്ടോബർ സെപ്റ്റംബർ മന്ത് എപ്പോഴും പ്രാധാന്യമുള്ളതാണ് മേഡത്തിൻ്റെ മേഖലയിൽ. ഒക്ടോബറിൽ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ വരുന്നു. ആദ്യമായി ചോദിക്കുകയാണ്, നമുക്ക് മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ്. സിംപ്ലി എന്താണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്? ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത് അഥവാ ഫിസിക്കൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ശരീരത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഹെൽത്ത്. അതിനെപ്പറ്റിയുള്ള ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് പറയാൻ കഴിയും. പക്ഷെ മാനസിക ആരോഗ്യം ഒരാളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു 100 പേരോട് ചോദിച്ചു നോക്കൂ, യു വിൽ നോട്ട് ഗെറ്റ് എ കൺസെൻസസ് ഓൺ ദാറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിയുടെ പീസ് വിത്ത് വൺ സെൽഫ് ആൻഡ് പീസ് വിത്ത് അതേഴ്സ്. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ സമാധാനം വരണം, ഞാൻ മറ്റുള്ള വ്യക്തികളോടും സമാധാനം ആചരിക്കണം. അപ്പോൾ ഇതിനെയാണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള സിമ്പിൾ ഒരു ലേമാൻ ഡെഫിനിഷൻ. പക്ഷേ ഇന്ന് പലരോടും നമ്മൾ ചോദിച്ചു നോക്കുകയാണെങ്കിൽ പല വ്യക്തികളും നമ്മളെ കാണാൻ വരുന്നുണ്ട്, ഹോസ്പിറ്റലായാലും കാണാൻ വരുമ്പോഴെല്ലാം അവർ ചോദിക്കുന്നത് ഫിസിക്കൽ ഹെൽത്തിനെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ചുമ വന്നു, അല്ലെങ്കിൽ ഒരു കയ്യിലൊരു തടിപ്പ് വന്നു, ചെറിയൊരു മുഴ വന്നു, എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളത് എവിഡൻ്റായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വേഗം ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നു, കാണുന്നു, അതിൻ്റെതായ ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുക്കുന്നു. ആ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമൽ ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെയാണ്. പക്ഷേ മെൻ്റൽ ഹെൽത്ത് അങ്ങനെയല്ല. മെൻ്റൽ ഹെൽത്തിനെ കാണാൻ സാധിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സിനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ എന്നും ഓക്കെ ആണെന്നാണ് എല്ലാവരുടെയും വിചാരം. അപ്പോൾ എന്നെ കാണാൻ വരുന്ന കുട്ടികളിൽ തന്നെ പല പ്രായത്തിലുള്ള കുട്ടികൾ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം OPയിൽ വന്ന ഒരു കുട്ടി പറയുകയുണ്ടായി, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്, അത് പറയണമെങ്കിൽ എൻ്റെ മാതാപിതാക്കളോട് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അവരെന്താ പറയുന്നത്, മാതാപിതാക്കൾ പറയുന്നത് അത് നിൻ്റെ തോന്നലാണ്, ഇത് നിൻ്റെ തോന്നലായിട്ട് കുറേ നാളുകളായി നീ പറയുന്നു, അതിനെ അവഗണിച്ച് വിട്ടേക്കുക, അതിനെ അങ്ങ് സൈഡ് ട്രാക്ക് ചെയ്ത് വിട്ടാൽ മതി എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിൽ. പിന്നെ വേറൊരു കാര്യം ഞാനൊരു ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്, നമ്മളെല്ലാം പറഞ്ഞു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നു, നമ്മളതിനെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും മാനസിക ആരോഗ്യത്തിൽ ആരും തന്നെ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മാത്രവുമല്ല പല വ്യക്തികളിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ്, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ എൻ്റെ പണിഷ്മെൻ്റായിട്ടാണ് അത് കണക്കാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ഒരു BCom വിത്ത് CMA പഠിക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മെയിൻ കാര്യം പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിൽ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഠിക്കാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അറ്റൻഷൻ കിട്ടുന്നില്ല, ഇത്രയും മാത്രമേ അവർക്ക് അറിയുള്ളൂ. ബാക്കി പറയാൻ അവർക്കും അറിയില്ല, എന്താണ് പറയേണ്ടതെന്ന് അവർക്കും അറിയത്തില്ല. അപ്പോൾ ഈ പ്രായപൂർത്തിയായ ഒരു കുട്ടിയെന്ന് ഓർക്കണം, ഒരു 20 വയസ്സായ കുട്ടിയാണ് അമ്മയോട് പറയുന്നത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന, മോളെ അത് നീ കുറേ നാളായി പറയുന്നുണ്ടല്ലോ, അപ്പോൾ നീ അത് സൈഡ് ട്രാക്ക് ചെയ്തങ്ങ് വിട്ടാൽ മതി, ആ തോട്ടിനെ കളഞ്ഞാൽ മതി. അത് മാത്രവുമല്ല വീണ്ടും പരിശോധിച്ച് നോക്കിയപ്പോൾ കുട്ടി പറയുന്നു, ഞാൻ വീണ്ടും എന്നെ തന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു സെൽഫ് അനാലിസിസ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ, അതിന് മനസ്സിലായി കോൺസെൻട്രേഷനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് ഒരു ടെക്സ്റ്റ് ബുക്സ് എല്ലാം എടുക്കുന്നു, പ്രൈവറ്റായിട്ടാണ് പഠിക്കുന്നത്, ബുക്ക് എടുക്കുമ്പോൾ വീണ്ടും ചിന്തകൾ അകത്തോട്ട് കയറി വരുന്നു. അപ്പോൾ ആ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താ, തെറ്റായ ചിന്തകൾ. അതായത് ഞാൻ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, എനിക്ക് എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ കുടുംബക്കാർക്കോ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ. അപ്പോൾ ഈ ഒരു ചിന്ത ഉള്ളിൽ കിടക്കുക, പക്ഷേ ഇത് സ്വന്തം അമ്മയോട് പോലും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത് ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്സഷൻ എന്ന് പറയും, അതിൻ്റെതായ ടെസ്റ്റുകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമുക്ക് ആ ടെസ്റ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ആദ്യം എന്നോട് ചോദിച്ചത്, ഇതെൻ്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കുട്ടി പോലും സ്വന്തം അമ്മയും അച്ഛനും ഉണ്ട്, അവരുടെ കുടുംബത്തിൽ ഒറ്റ മോളായുള്ള കുടുംബത്തിൽ ആ കുട്ടി ഇത്രയും 20 വർഷം ജീവിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഈ ഒരു സിംറ്റം ഞാൻ പറഞ്ഞാൽ അവരെന്നെ എങ്ങനെയാണ് കണക്കാക്കുന്നത്, എന്നെ പണിഷ്മെൻ്റ്, അതായത് എന്നെ കുറ്റപ്പെടുത്തുമോ, എന്നെ ബ്ലെയിം ചെയ്യുമോ, എന്നെ എല്ലാവരും കൂടെ സൈഡ് ട്രാക്ക് ചെയ്യുമോ, ഈ ഒരു ഭയമാണ് ആൾക്കുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആളുടെ രോഗത്തെക്കാൾ അപ്പുറം ആളെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ആ ഒരു ഭയമാണ് നമ്മുടെ. അപ്പം ഈ കേരളത്തിൽ ഇപ്പം ഞാൻ ഓർത്ത് ഇത്രയും പഠിച്ച്
ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മൾ ഈ 2000 യുഗത്തിൽ ജീവിച്ചിട്ടും ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ടും ആ കുട്ടിയുടെ ഭയം എൻ്റെ അസുഖത്തെ മാറ്റുന്നതിനേക്കാൾ ഉപരി ഞാനിത് ഡോക്ടറോട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം വളരെ ഭീകരമാണ്. ശരിക്കും മാഡം പറഞ്ഞത് വെച്ചിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു പുറത്തുണ്ടാകുന്ന ഒരു മുറിവോ അല്ലെങ്കിൽ ശാരീരികമായി ഉണ്ടാകുന്ന അസുഖം നമുക്ക് സയൻസ് അല്ലെങ്കിൽ പുറത്ത് ബാഹ്യമായി കാണുന്നത് കൊണ്ട് അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ തേടാൻ അല്ലെങ്കിൽ വൈദ്യസഹായം നേടാൻ സാധിക്കും. മെൻ്റൽ ഹെൽത്ത് അങ്ങനെയല്ല, കുറച്ച് പാടാണ് കണ്ടുപിടിക്കണമെങ്കിൽ. മെൻ്റലി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് മനസ്സിൻ്റെ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മാഡം പറഞ്ഞ ആ പെൺകുട്ടിയുടെ അവസ്ഥ പറഞ്ഞതുപോലെ അവർക്ക് വീട്ടിൽ പറയാൻ സാധിക്കുന്നില്ല, വീട്ടിൽ പറയുമ്പോൾ സൈഡ് ട്രാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതൊരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിക്ക് ഇൻസൈറ്റ് ഉണ്ടായിട്ട്, എന്നുവെച്ചാൽ അവർക്കറിയാം അവർക്ക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷേ കൂടെ നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് തിരിച്ചറിയാനായിട്ട് മറ്റുള്ളവർക്ക് എങ്ങനെ സാധിക്കും? ഒരാൾ മെൻ്റലി ഇല്ലാണ്, ഒരു എക്സ്പേർട്ട് അഡ്വൈസ് വേണം എന്ന് മനസ്സിലാക്കാനായിട്ട് കൂടെയുള്ളവരെ സഹായിക്കുന്നത് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഈ കേസ് തന്നെ ഈ ഒരു ഉദാഹരണം വെച്ച് തന്നെ പറയാം. ഈ കുട്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു മെയിൻ ക്വസ്റ്റ്യൻ, ഇത്രയും പഠിച്ചു, വിവരം ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, 20 വയസ്സായി, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഈ ഒരു ഇൻസൈറ്റ് എനിക്ക് കിട്ടി. ഇൻസൈറ്റ് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൽ നിന്നല്ല, പാരൻസിൽ നിന്നല്ല, അധ്യാപകരിൽ നിന്നല്ല, സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നും അല്ല, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് മീഡിയ വഴി ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു യൂട്യൂബ് ഒന്ന് കണ്ടു നോക്കൂ. ആ കണ്ടു നോക്കുമ്പോൾ അതിനകത്ത് എന്താണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സൈക്കോളജി ഡോക്ടറിനെ കാണാൻ പോകൂ എന്ന് പറഞ്ഞിട്ടാണ് അവരത് നോക്കിയത്. അപ്പോൾ ഇത്രയും ഔട്ട്സ്കേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് അവർ വന്നത്. എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ OPയുടെ അവിടം വരെ വന്നതെന്ന് ഡോക്ടർക്ക് അറിയാമോ? ആ ഒരു ചോദ്യം എന്നെ വല്ലാതെ പിടിച്ചൊലച്ചൊരു ചോദ്യമാണ്. കാരണം ഞാൻ കുറേ നാളുകളായിട്ടും ഇത് കേൾക്കുന്നുണ്ട് പണ്ട്. പക്ഷെ 2000-ൽ ഞാൻ കേട്ടിട്ടുള്ളത് സ്വാഭാവികം, കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഈ 2025-ൽ നിന്നിട്ടും ഈ ചോദ്യം കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാം ഉണ്ട്, എല്ലാ ഹെൽപ്പും ഉണ്ട്, പക്ഷേ പാരൻസിൻ്റെ അക്സെപ്റ്റൻസ് ഇല്ല. അപ്പം സമൂഹം എന്നെ എങ്ങനെ കണക്കാക്കുന്നു, സമൂഹം എന്നെ കുറ്റപ്പെടുത്തുമോ, പേടി, ഭയം. മാത്രമല്ല ആര് ചോദിച്ച ചോദ്യം ഇൻസൈറ്റ് എന്ന് പറയും. ഇതിന് ഇൻസൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇത് വന്നത്. അപ്പോൾ ഈ ഇൻസൈറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പക്ഷെ എന്നിട്ട് പോലും അതിന് ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോൾ ഈ ഇൻസൈറ്റ് കിട്ടേണ്ട ഇതുമുണ്ട്, ഇൻസൈറ്റ് കിട്ടാത്തതുമായ ആളുകളും ഉണ്ട്. ഇൻസൈറ്റ് കിട്ടാത്ത വ്യക്തികളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ റിസൾട്ട് നമുക്ക് വളരെ മോശമായിരിക്കും. പാരൻസ് വളരെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് വന്ന് ഡോക്ടറെ കാണിക്കുന്നതും, സ്വന്തമായിട്ട് ഇൻസൈറ്റ് ഉള്ളതോടുകൂടി വന്നിട്ട് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, കൂടിയേ കഴിയൂ എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഇൻസൈറ്റ് ഉള്ളവർക്കാണ്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ പറയുന്നത്, ഇൻസൈറ്റ് ഉണ്ടായിട്ട് പോലും ഞാനിതെല്ലാം സംസാരിച്ചു, ഇതിനെപ്പറ്റി കാര്യങ്ങൾ സംസാരിച്ചു, ഇതിൻ്റെ ഡയഗ്നോസിസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം കുറച്ച് മുമ്പേ വന്നതാണ്, ഇപ്പോഴല്ല വന്നത്, വർഷങ്ങളായി. ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അമിതമായ നെഗറ്റീവ് ചിന്തകൾ. അപ്പോൾ ഇത് തുടങ്ങുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം കൗമാരപ്രായം എത്തുമ്പോൾ വരുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടെ തുടങ്ങി ഉണ്ടായിട്ടും കുട്ടി അറിയുന്നത് എപ്പോഴാണ്? 20 വയസ്സ് കഴിഞ്ഞിട്ട്. നമുക്ക് ഡെയിലി ലൈഫിൽ ഇപ്പോൾ മാഡം പഠനത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ചിലർ റിലേഷൻഷിപ്പിലായിരിക്കും പ്രശ്നം, ചിലർക്ക് ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഡിപ്രഷൻ, വിഷാദം എന്നൊക്കെ പറയുന്നത്. എന്താണ് വിഷാദ രോഗം? അതൊരു സൈക്കോളജിസ്റ്റിനടുത്തേക്ക് എത്തുന്നത് ഏത് സ്റ്റേജിലാണ്? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ ഈ ഇൻസൈറ്റ് ഓറിയൻറ്റഡും ഇൻസൈറ്റ് ഇല്ലാതെ വരുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഈ ഇൻസൈറ്റ് ഇല്ലാതെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കുറേ സിംറ്റംസ് കൂടിയിട്ടാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ലോക്കലായിട്ട് നമ്മളെല്ലാവരും പറയും എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ഡിപ്രഷനാണെന്ന് പറയും. പക്ഷെ ആക്ച്വലി അത് ഡിപ്രഷൻ അല്ല. എല്ലാവർക്കും ദൈനംദിന ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വിഷമതകൾ അല്ലെങ്കിൽ സങ്കടം, ഒരു കാര്യം കേൾക്കുമ്പോൾ സങ്കടം വരിക, പെട്ടെന്ന് വിഷമം വരിക, അത് ഡിപ്രഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്ലിനിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ നിന്നും പതിയെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിഷമം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ചെറിയ കാര്യം കേട്ടാൽ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ, കാര്യം പറയുമ്പോൾ പെട്ടെന്ന് കരയുക, അതുപോലെ ഭക്ഷണം, വിശപ്പ് തീരെ ഇല്ലാത്തൊരവസ്ഥ, തീരെ ഭക്ഷണം കഴിക്കേണ്ടെന്ന് തോന്നും. ചില കേസസിൽ
അങ്ങനെയല്ല, ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്ന കേസുകളും ഉണ്ട്. അതായത് ആ വിഷമം മാറാൻ വേണ്ടി, അതെ അതെ, ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഉറക്കം, നല്ല രീതിയിൽ ഉറക്കം കിട്ടേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ കുറേ ക്രൈറ്റീരിയൻസ് ചോദിക്കും. ഇതെങ്ങനെയുണ്ട്, സ്ലീപ്പ് എങ്ങനെയുണ്ട്, ഡെയിലി ഫങ്ഷനിങ് എങ്ങനെയുണ്ട്, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയുണ്ട്, ഇതെല്ലാം കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഈ ഒരു 6 ക്രൈറ്റീരിയൻ മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഡിപ്രഷൻ, അതും 2 ആഴ്ചയിലോ 2 ആഴ്ചയിൽ കൂടുതലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ വിഷമം വരിക, ചെറിയ ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരുന്നു, പെട്ടെന്ന് കരച്ചിൽ വരുന്നു, കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ വരുന്നു, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ കോൺസെൻട്രേഷൻ കുറയുന്നു, പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ സാധിക്കുന്നില്ല, ജോലി കാര്യങ്ങളാണെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെ ഉറക്കക്കുറവ്, എല്ലാം കഴിഞ്ഞ് അവസാനം വരുന്ന നമ്മുടെ കുറച്ചും കൂടെ ഗ്രഡേഷൻ കൂടുന്ന സിംറ്റംസ് ആണ് മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ പറ്റാത്ത അവസ്ഥ, സോഷ്യൽ വിഡ്രോവൽ എന്ന് പറയും. സമൂഹത്തിൽ നിന്നും പതിയെ ഉടനെ അല്ല, മെല്ലെ മെല്ലെ സമൂഹത്തിൽ നിന്നും പിന്തിരിയുന്ന ഒരവസ്ഥ. അതുപോലെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, സന്തോഷകരമായ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലതും ഉണ്ടാവും. TV കാണുന്നത്, അല്ലെങ്കിൽ മൂവിക്ക് പോകുന്നത്, ഔട്ടിങ്ങിന് പോകുന്നത്, നൈറ്റ് ഡ്രൈവ് പോകുന്നത്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് ഇതൊന്നും വേണ്ട എന്നൊരു ഫീലിങ്ങിലേക്ക് വരിക. പിന്നെ പാരൻസിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ വരിക. ഇതെല്ലാം എവിഡൻസ് സിംറ്റംസ് ആണ്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലോട്ട് വരുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി തന്നെ കോൺഫിഡൻസ് കുറയുക, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സസ് കൂടുതലായിട്ട് വരിക, എന്നെപ്പറ്റി തന്നെ ഞാൻ കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് എല്ലാവർക്കും ഭാരമാവുന്നു, എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള തോന്നൽ അവസാനം വരുന്ന ഒരു സിംറ്റമാണ്. നമ്മൾ ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്ന ഒരു സിംറ്റം, എന്നെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന ചിന്തകൾ. അതിന്റെ അൾട്ടിമേറ്റ് ഉണ്ടെന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണത. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതൊരു വലിയ പോയിന്റാണ് മേഡം പറഞ്ഞത്. കാരണം നമുക്കിപ്പോൾ പത്രവും അല്ലെ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നതാണ് ചെറിയ കുട്ടികൾ നിസ്സാര കാരണങ്ങൾക്ക് ആത്മഹത്യ ചെയ്തു, മൊബൈൽ കൊടുത്തില്ല, നെറ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് പുതിയ സൈക്കിൾ വാങ്ങി കൊടുത്തില്ല, ബൈക്ക് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ പേരൻസ് ഒരു അടി വെച്ചിരുന്നാൽ തീർന്നു പോകുന്ന പ്രശ്നം ഇപ്പം അവരുടെ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയിലേക്കാണ്. അതിനെ ഈ ഡിപ്രഷൻ്റെ അവസാനം എത്തിയ പിള്ളേർ മാത്രമാണോ ഇങ്ങനെ ചെയ്തത്, അതോ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ചലഞ്ചിൽ നിന്നാണോ ഈ ഒരു ആത്മഹത്യാ പ്രവണത? ഡിപ്രഷൻ മാത്രമാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കുട്ടികളിലും കൂടുതലായിട്ട് ആത്മഹത്യാ പ്രവണതകൾ കാണുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ പ്രവണത ഈ 13 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കാണുന്നു. ഈയിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോലും ഒരു 3 കേസ് കണ്ടിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പാരൻസ് വഴക്ക് പറഞ്ഞു, സ്കൂളിൽ മാർക്ക് കിട്ടി, മാർക്ക് കുറഞ്ഞു, അപ്പോൾ ടീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, കുറച്ച് പബ്ലിക്കായിട്ട്, പേഴ്സണലായിട്ടല്ല പബ്ലിക്കായിട്ട് സംസാരിച്ചു. അതിനുശേഷം വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലും അമ്മ പാരൻസ് നല്ല രീതിയിൽ പ്രഷർ കൊടുത്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആത്മഹത്യാ ശ്രമം നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നെല്ലാം കാണിക്കുന്നത് കുട്ടികളിൽ മാത്രമല്ല യുവാക്കളിൽ തന്നെ, യുവാക്കളിൽ വരുന്ന വേറൊരു രീതിയിലാണ്. കൂടുതലായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, അതുപോലെ ഗാഡ്ജറ്റ്സ്, മൊബൈൽ യൂസേജ് കൂടുതലുകൊണ്ട് അവർക്ക് വരുന്ന പ്രണയ നൈരാശ്യങ്ങൾ, അതുകൊണ്ട് ലൈഫ് വളരെ ഈസി ആയിട്ട് ക്വിറ്റ് ചെയ്യുന്നു. ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ പാരൻസ് എത്ര കഷ്ടപ്പെട്ടാൽ നമ്മളെ വളർത്തുന്നുള്ള ചിന്ത അവർക്ക് വരുന്നില്ല. എത്രത്തോളം വേഗം ഇതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതായിട്ടാണ് പല വ്യക്തികളും യുവാക്കളും പറയുന്നത്. അപ്പോൾ ഈയിടെയായി യുവാക്കളിലും ആത്മഹത്യ പ്രവണത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വർക്ക് പ്രഷറും അല്ലേ? വർക്ക് പ്രഷറും ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രഷർ, അത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈയിടെ ഒരു യൂട്യൂബ് ബ്ലോഗർ ആത്മഹത്യ ഉണ്ടായി. ഞാനത് കേസ് ഒത്തിരി വായിച്ചതിനോ വളരെ ഡീപ്പായിട്ടത് ഞാൻ സ്റ്റഡി ചെയ്തു. പക്ഷെ ശരിക്കും എനിക്ക് വിഷമം തോന്നി. കാരണം ആരോട് ഷെയർ ചെയ്യാനായിട്ട് ഇല്ല. അതാരോടും, അതായത് അദ്ദേഹം പല വിഷമതയോട് കടന്നുപോയി, പല സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു, സ്ട്രെസ്സസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്വന്തം ഭാര്യയോട് പോലും പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന യുവാക്കളും പറയുന്നത്, എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ട്, ഒരു ക്രഷ് ഫീലിംഗ് ഉണ്ടാവുന്നു, തുടർന്ന് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരത് വളരെ വേഗത്തിൽ അത് ഇട്ടിട്ട് പോകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതായത് ഈ യുവാക്കളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. പെൺകുട്ടികളെക്കാളും സ്ട്രെസ് ടോളറൻസ് എന്ന് പറയും, മാനസിക സമ്മർദ്ദം താങ്ങാനുള്ള കഴിവ് പുരുഷന്മാരിൽ കുറവാണ്.
കുറവാണ് എന്നാണ് ഞാൻ ഈ അടുത്തിടെയായിട്ട് യുവാക്കളിൽ നിന്നും മനസ്സിലായത്. ഞാൻ ഈയിടെ ഒരു പാനിക് അറ്റാക്കിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി. ഞാൻ അവർക്ക് യുവാക്കളുടെ ആത്മഹത്യയെ പറ്റി പറഞ്ഞാൽ എഴുതിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. അത്രയും റെലവെന്റ് കാരണം ബോഡി ബിൽഡേഴ്സ്, ജിമ്മിൽ പോകുന്ന പല ട്രെയിനേഴ്സും എൻ്റെ ഒരു കാഴ്ചപ്പാട് അവർക്ക് നല്ല രീതിയിൽ മെന്റൽ ഹെൽത്ത് ഉണ്ടെന്നാണ് അങ്ങനെ ഞാൻ കണക്കാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളവർ പോലും കഴിഞ്ഞിടെ ആത്മഹത്യാ പ്രവണത കാണിക്കുകയുണ്ടായപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞാൻ ഉദ്ദേശിച്ച കുട്ടി എന്നെ ഇട്ടിട്ട് പോയി, അതോടുകൂടി എനിക്ക് ജീവിതം അവസാനിപ്പിച്ചേ പറ്റുമെന്ന് തോന്നി. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇത് സംഭവിച്ചതിന് ശേഷം ഗിൽറ്റ് ഉണ്ടാകുന്നവരുണ്ട്, ഗിൽറ്റ് ഇല്ലാത്തതും ഉണ്ട്. അതായത് എനിക്കിത് സംഭവിച്ചതിന് ശേഷം കുറ്റബോധം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത്. നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനും നമ്മുടെ സൈക്കോതെറാപ്പി അഥവാ പിന്നെ ഉള്ള മെഡിസിൻ കൊടുത്തുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഗിൽറ്റ് തീരെ ഇല്ലാത്ത കേസസ് ഉണ്ട്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മേഡം പറഞ്ഞതുപോലെ ശരിക്കും ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ജീവിതാനുഭവം ഒന്നും ചില സമയത്ത് വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് മാനദണ്ഡമല്ല. ആത്മഹത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കറിയാം, ഈ വലിയ പൊസിഷനിൽ ഇപ്പം ഫിലിം ഫീൽഡിൽ നിന്നുള്ളവർ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങളിൽ ജോലി ചെയ്യുന്നവർ, യുവാക്കൾ, നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒരുപക്ഷെ ഈ ആത്മഹത്യാ ശ്രമത്തിലോട്ട് പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഇത്തരം ഒരാളെത്തുമ്പോൾ എങ്ങനെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? ചികിത്സാ രീതികൾ, അല്ലെ ചികിത്സയാണോ കൗൺസിലിംഗ് ആണോ എന്ന് അറിയില്ല, ചികിത്സാ രീതികൾ എങ്ങനെയാണ്? യുവാക്കൾ ആണ് നമ്മുടെ അടുത്ത് വരുന്നതാണെങ്കിൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഇൻസൈറ്റ് ഉള്ള ഒരാളാണ് വരുന്നതെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഒരു 10-15 വർഷം മുന്നേ വരുന്ന വ്യക്തിയും ഇപ്പോൾ വരുന്ന വ്യക്തിയും ഡിഫറെൻ്റ് ആണ്. കാരണം 10 വർഷം മുന്നേ വന്ന വ്യക്തികൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല. ഈ പറഞ്ഞ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഐഡിയ കുറവാണ്. മാഡം, ഇൻസൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് തന്നെ അവരെ കുറിച്ച് എന്തോ ഒരു മെന്റലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. സുലൈമാൻ പറഞ്ഞു ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ച ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ചികിത്സിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഉൾക്കാഴ്ച ഉള്ളവരെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ 15 വർഷം അല്ലെങ്കിൽ 10-15 വർഷം മുന്നേ വന്നുകൊണ്ടിരുന്ന വ്യക്തികള് വരുമ്പോൾ എനിക്ക് സ്ട്രഗിളാണ്. കാരണം ഞാനത് അരമണിക്കൂറല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1 മണിക്കൂറോളം എനിക്ക് വേണം ഇവരെ ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ എനിക്ക് 1 മണിക്കൂർ എടുക്കും. അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ. പിന്നെ ഞാൻ അതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് വരണം. അപ്പോൾ കുറച്ചും കൂടി പാടാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ, അപ്പോൾ അവിടെ നമുക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു പങ്ക് ഗുണം വഹിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾ, ഞാനിപ്പം പല ഇടുക്കി സൈഡിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. പലരും ഒറ്റയ്ക്ക് വരുന്നവരുണ്ട്, യുവാക്കൾ വരുന്നുണ്ട്, യുവതികൾ വരുന്നുണ്ട്, ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്ത് നേരിട്ട് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ ആദ്യം തന്നെ ചോദിക്കും, ഒറ്റയ്ക്കാണോ വന്നതെന്ന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. വേറെ ഒന്നുമല്ല, അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം, അപ്പോൾ അവരെന്നെ ചോദിച്ചു എന്തിനാ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്? പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ വന്നേ, അതിന് ഞാനൊരു അപ്രീസിയേഷൻ തരികയാണ്. കാരണം എനിക്കത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയേ, അത്രയും മനസ്സിലാക്കിയല്ലോ. അപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞില്ല, ഞാൻ ആവശ്യമില്ല ആരുടെ അടുത്തും പറയണമെന്ന് തോന്നിയില്ല. ഒന്ന് ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എന്തുകൊണ്ടൊരു ഡോക്ടറെ കാണിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്കിപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഡയറക്റ്റ് നമ്മളുടെ അസുഖത്തിലേക്ക് വരുന്നു, ഡയഗ്നോസിസ് നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നു, അതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചികിത്സാ രീതികൾ, തെറാപ്പി ആണെങ്കിൽ തെറാപ്പി, അല്ല മെഡിസിൻ്റെ ചികിത്സയാണെങ്കിൽ നമ്മൾ മെഡിക്കേഷന് അതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിനുള്ള ഓരോ ടെസ്റ്റിനും ഓരോരോ മാനദണ്ഡങ്ങളുണ്ട്. അത് വെച്ച് നമ്മൾ മരുന്ന് ചികിത്സയിലേക്ക് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൽ ഇൻസൈറ്റോടെ എത്തിയ ഒരാളെ ഫലപ്രദമായ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകി തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന അതിനേക്കാൾ ഉപരി നമുക്ക് ആദ്യം ഡയഗ്നോസിസിലേക്ക് നമ്മൾ വരും. അതായത് എന്താണ് ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് ഇതുണ്ടല്ലോ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ OCD പോലത്തെ രോഗങ്ങളുണ്ട്, പല ടൈപ്പ് ഉണ്ട്. അപ്പം ഇതിലെന്താണ് നമ്മളുടെ പ്രശ്നമെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കും, ഇത് ഇന്ന രീതിയിലാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്. അപ്പോൾ ഇത് ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മൾ തന്നെ അങ്ങോട്ട് ചോദിക്കും, ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്നതെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല.
ഉദാഹരണമായിട്ട് ഇപ്പോൾ പാനിക് അറ്റാക്ക് ഇപ്പോൾ വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ യുവാക്കളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നു പാനിക് അറ്റാക്ക്. അപ്പോൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്ത് വരിക. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ അവർക്ക് എത്രയും വേഗം ചികിത്സ വേണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ, എനിക്ക് ഏറ്റവും എളുപ്പമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം OP-യിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പാനിക് അറ്റാക്കായിട്ട് വന്നൊരു വ്യക്തിയാണ്. നേരെ കാഷ്വാലിറ്റി വന്നു, അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഒരു 2-3 സെഷൻ കൊണ്ടൊന്നും നമുക്കിത് ശരിയാക്കാൻ പറ്റത്തില്ല. നമുക്കതിനുള്ള കാര്യങ്ങൾ ടെസ്റ്റുകളൊക്കെ നോക്കിയതിന് ശേഷം നമുക്കൊരു ഡോക്ടറെയും കൂടെ കണ്ട് മെഡിസിനും കൂടി ആവശ്യമെന്ന് പറയുമ്പോൾ ഉടനെ ചോദ്യം വരുന്ന ഇതാണ്, ഇപ്പോൾ ആര്യ പറഞ്ഞ പോലെ മരുന്ന് ചികിത്സ എത്ര പ്രശ്നമുണ്ടോ? ഞാൻ എന്തിനാ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വന്നത് മരുന്ന് ചികിത്സയ്ക്ക് അല്ല. മരുന്ന് ചികിത്സ എന്ന് പറയുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ മനസ്സിൽ ഒരു 3-4 സെഷൻ കൊണ്ട് കാണുന്നു, ഡോക്ടറെ കാണുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. റൂട്ടിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ പാനിക് അറ്റാക്ക് കൂടുതലായിട്ട് അവരെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ജോലിയിലേക്കും ബാധിക്കുന്നു, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഈ പാനിക് അറ്റാക്ക് മാം പറഞ്ഞു, പാനിക് അറ്റാക്കിന്റെ പ്രകടമായ ലക്ഷണങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായ ഭയം വരിക, വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ വരുന്നു. അതിനുശേഷം ഈ നെഞ്ചിലൊരു ബുദ്ധിമുട്ട്, നമ്മുടെ എന്താണോ നമ്മളെ ചിന്തകൾ കൂടുതലായതിനു ശേഷം ശരീരത്തിലേക്ക് അത് ബുദ്ധിമുട്ടായി വരുന്നു. കൈയുടെ അവിടെ നിന്ന് നമുക്ക് വേദന റേഡിയേറ്റ് ചെയ്യുന്നു. തീർത്തും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ പാൽപിറ്റേഷൻ ഉണ്ടാവുന്നു, ബോഡി മുഴുവൻ വേർക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ശാരീരിക രോഗമാണ്, മനസ്സിന്റെ അല്ല. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഒത്തിരി പേരും ഇതുപോലെ തെറ്റിദ്ധരിച്ച് യുവാക്കളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പം അത് കൂടുതലായിട്ട് മരുന്ന് ആദ്യം കാഷ്വാലിറ്റിയിലേക്ക് നേരെ കാർഡിയോളജിസ്റ്റിനൊക്കെ അടുത്തായിരിക്കും വരുന്നത്. കാരണം അവർ നോക്കുമ്പോഴത്തേക്കും ഫിസിക്കലായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് വെച്ച് വരുന്നു. അവിടുത്തെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് നോർമലാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പമാണ്, കാരണം ഇത് വന്നു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു OP വന്ന കേസ് ഞാൻ പറഞ്ഞതിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കിടത്തി ചികിത്സ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അങ്ങോട്ടൊന്നും പോകുന്നില്ല അവർ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു എപ്പിസോഡ് ഉണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറഞ്ഞു, എനിക്കിപ്പോൾ മനസ്സിലായി മാഡം പറഞ്ഞ കാര്യങ്ങൾ ഇത്രത്തോളം കൂടുതലായി വരുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഡിപ്രഷൻ അല്ലെ ആളുകളുടെ വിഷമം കൂടുതൽ ഉൾവലിവിലേക്ക് പോകുന്നൊരു പ്രവണതകളെ പറ്റിയാണ്. ഇതിന്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ ദേഷ്യ കൂടുതൽ. ആളുകൾ വികാര നിയന്ത്രിക്കാനാവാതെ പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ അവർക്ക് പ്രശ്നങ്ങൾ വരുന്ന ജീവിതത്തിൽ. അത് ആങ്കർ മാനേജ്മെന്റ് അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതിനുള്ള ടിപ്സ് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ് ആർ ലൈഫ് സേവേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇമോഷൻസ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇമോഷൻസ് സങ്കടം വരാം, സന്തോഷം വരാം, ദേഷ്യം വരാം. ഈ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്, അതിന് നമുക്കൊരിക്കലും ഒരു പണിഷ്മെൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദേഷ്യം വരുന്നത് സ്വാഭാവികം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ ദേഷ്യം വന്നു, അല്ലെങ്കിൽ ഇപ്പം കുട്ടികൾക്ക് തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നു, അതിനെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അനുസരിച്ചിരിക്കും. അപ്പം ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഇൻസൈറ്റ് ടിപ്സ്. അതായത് ഞാൻ എന്നെ തന്നെ പരിശോധിച്ച് നോക്കുക. ഞാനിപ്പോൾ ഒരു ഇമോഷൻ വന്നു, ആ ഇമോഷനെ ഞാൻ തന്നെ സ്വയം പരിശോധിച്ച് നോക്കുക, എനിക്കിപ്പോൾ ഇത് വരേണ്ടതാണോ? അതോ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയും. അപ്പോൾ ഈ സെൽഫ് ഇവാലുവേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, എനിക്കിപ്പോൾ വന്ന ആങ്കർ ആവശ്യമില്ല, പെട്ടെന്ന് വന്നൊരു ആങ്കറാണ്, അപ്പോൾ ഞാൻ അത് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ഒരു പ്രക്രിയയുണ്ട്. ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പം മിക്ക യുവാക്കളിലും കാണുന്നത് ഇത് കുറവാണ്. അതാണ് ഞാൻ പറയും മെൻ്റൽ സ്ട്രെസ് ടോളറൻസ് എന്ന് പറയും. ഈ സ്ട്രെസ് ടോളറൻസ് കുറയുന്നത് വഴി ആങ്കർ ഇഷ്യൂസ് കൂടും. അപ്പോൾ അവർക്ക് സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിയുന്നില്ല. സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിയാത്തത് കൊണ്ട് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിച്ചു പോകും വികാര പ്രകടനങ്ങൾ. അപ്പോൾ പല സ്ഥലത്തും നമ്മുടെ കൗമാരക്കാർക്ക് തന്നെ ജോലി സാധ്യതകളെല്ലാം പ്രശ്നം വരുന്നത് ഈ വികാരം കറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. ഇത് നമുക്ക് ചെറുപ്പത്തിലേ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഏത് ഏജിലും ട്രെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ആങ്കർ എങ്ങനെ നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ എക്സസൈസസ് ഉണ്ട്.
ആ എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൈഡഡ് സൊമാറ്റോ റിലാക്സേഷൻ എന്ന് പറയുന്ന എക്സസൈസസ് ചെയ്യുന്നത് വഴി നമ്മുടെ ആങ്കറിനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് വേറെ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. ബ്രെയിൻ സിസ്റ്റത്തെ നമുക്ക് ചിന്തിച്ചിട്ട് ഈ ആങ്കർ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ആങ്കർ റീതിങ്കിങ് എന്ന് പറയും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റീതിങ്കിങ്, അത് ഇപ്പം ഞാൻ ചെയ്യേണ്ടത് കറക്റ്റാണോ, ഈ ഇമോഷൻ എനിക്കിവിടെ കറക്റ്റായിട്ട് ആവശ്യമുള്ളതാണോ, ഇപ്പം ഞാനിത് പറഞ്ഞാൽ ഇതിന് പ്രത്യാഘാതമുണ്ടോ, ഈ സമയത്ത് ഞാൻ എന്ന വ്യക്തി ഇത് പറയുന്നത് വഴി ഉണ്ടാവുന്ന തുടർ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്യണം. ഇത് പക്ഷെ മിക്ക യുവാക്കളിലും സാധിക്കുന്നില്ല. അപ്പോൾ അതായത് സ്ട്രെസ് ടോളറൻസ് കുറവാണെന്നുള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. അത് കൂടിയാൽ ഒരു സൈക്കോളജിസ്റ്റിനെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. സൈക്കോളജിസ്റ്റുകളുടെ ഇടപെടൽ പൊതുസമൂഹത്തിനെ സമഗ്രമായി ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ നടത്താം? ഇപ്പോൾ സ്കൂൾ വിദ്യാലയങ്ങളാണേലും ഓഫീസുകളാണേലും പൊതുസമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട സംഘടനകളിൽ കൂടെ ആണെങ്കിലും ആളുകളിൽ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മെൻ്റലി ഹെൽത്തി ആയിട്ടൊരു ജനതയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് എങ്ങനെ സൈക്കോളജിസ്റ്റുകളുടെ ഇടപെടൽ മുഖേന സാധിക്കും? ഞാനിപ്പം മനസ്സിലാക്കുന്നിടത്തോളം ഇത് തുടങ്ങേണ്ടത് ചെറുപ്പത്തിലേ തുടങ്ങേണ്ടതാണ്. ഒരു വ്യക്തി സമൂഹത്തിലേക്ക് പോകുന്നതിന് മുൻപേ ആദ്യം കാണുന്നത് വീടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവിടുന്ന് തന്നെ ബേസ് എന്ന് പറയും, ബേസിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. മാതാപിതാക്കൾ നല്ലൊരു പങ്ക് ഇതിന് വഹിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ഇപ്പം നമ്മൾ പറയുന്ന മെയിൻ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, ബാക്കി കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അജണ്ട. അപ്പോൾ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. കാരണം എല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നത് വഴി ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി, ഒരു കൗമാരപ്രായക്കാരൻ അല്ലെങ്കിൽ കുഞ്ഞുകുട്ടി മനസ്സിലാക്കുന്നില്ല എൻ്റെ അപ്പനെല്ലാം ചെയ്തു തരാൻ പറ്റും എന്ന കുട്ടി കുഞ്ഞിലെ വിചാരിക്കുന്നു. കൗമാരം എത്തുമ്പോഴും അത് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈയിടെ ഒരു പയ്യൻ എന്നോട് ചോദിക്കുകയുണ്ടായി, എൻ്റെ മുമ്പിൽ നിന്ന് ചോദിച്ചു, എൻ്റെ അപ്പൻ ഇപ്പോൾ എന്നോട് കുറച്ച് ഡിമാൻഡ്സ് ഇടുന്നു. ഞാൻ അന്ന് കുറേ ഡിമാൻഡ്സ് അങ്ങോട്ടിട്ടു, അത് സാധിച്ചില്ല. ഇന്ന് പുള്ളി എന്നോട് ഇങ്ങോട്ട് കുറച്ച് ഡിമാൻഡ്സ് ഇടുന്നു, അതെനിക്ക് എങ്ങനെ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റും? അതായത് ഈ ഡിമാൻഡ്സ് നമ്മൾ പണ്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതായത് അല്ലേ, പാരൻസാണ് ഈ ഡിമാൻഡ്സ് എല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാധിപ്പിച്ചു കൊടുത്ത് നമ്മളൊരു സ്റ്റേജ് വരെ എത്തിച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് വിഡ്രോ ചെയ്തിട്ട് എനിക്കത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി അങ്കലാപ്പിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പത്തിലേ നമുക്കിത് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാറ്റി എനിക്കിപ്പോൾ എന്തൊക്കെ പറ്റും, എനിക്ക് എന്തൊക്കെ സാധിക്കും, എനിക്ക് എന്തൊക്കെ സാധിക്കില്ല, ഇത് നമ്മൾ കുട്ടികളിൽ നല്ല രീതിയിൽ അവബോധം സൃഷ്ടിക്കുകയും തുടർന്ന് അവർ കോളേജിൽ പല പല സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യുമ്പോൾ അവർക്കറിയാം എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താ, അതൊരു ഇൻസൈറ്റാണ്. അപ്പോൾ എനിക്ക് തന്നെ എന്നെക്കുറിച്ചൊരു മാർക്കിടാൻ പറ്റും, എനിക്കിത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഈ സമൂഹത്തിന് നല്ല രീതിയിൽ നമുക്കിതിനകത്ത് പങ്കുവഹിക്കാൻ കഴിയും. ടീച്ചേഴ്സിനും മാതാപിതാക്കൾക്കും സൊസൈറ്റിക്കും സമൂഹത്തിന് നല്ല രീതിയിൽ ഇത് പങ്കുവഹിക്കാൻ കഴിയും. മാനസികാരോഗ്യ അവബോധ ക്ലാസ്സുകളും അല്ലെങ്കിൽ വിദഗ്ധ അഭിപ്രായം എപ്പോഴും നല്ലതായിരിക്കും. അതെ മേഡം, അപ്പോൾ ഇത്ര നേരം സംസാരിച്ചതിൽ യുവാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ കാര്യം പറഞ്ഞു, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്, മാനസികാരോഗ്യമില്ലായ്മ എല്ലാം പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ആളുകൾ, പല കാറ്റഗറിയിലുള്ള ആളുകൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ഉണ്ടോ? നമുക്ക് ഡെയിലി ലൈഫിൽ മാനസിക ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ, ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്ന ടിപ്സ് പറയാനായിട്ടുണ്ടോ? യുവാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജാണ്, സ്മോൾ വിൻ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മളുടെ സെൽഫ് എസ്റ്റീം കൂടുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പം പാരൻസ് ആയാലും കുട്ടികളോട് പറയും കുറേ പഠിക്കാനുണ്ട്, നീ കുറേ പഠിച്ചോ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഉപരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ദൈനംദിനമായിട്ട് ചെയ്തു തുടങ്ങിയാൽ, കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ തന്നെ മനസ്സിന് തന്നെ സന്തോഷം നൽകുന്ന ഒരു ഡോപ്പമിൻ ലെവൽസ് കൂടാൻ ചാൻസസ് ഉണ്ട്. അതായത് മനസ്സിന് തന്നെ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വ്യക്തി തീരുമാനിക്കണം, എൻ്റെ മൈൻഡ് ഹെൽത്തി ആക്കണം എന്നുള്ളത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു യുവാവാണെങ്കിൽ പറയാം, ചെറിയ കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം ഒരു ഡെയിലി റൂട്ടീൻ കറക്റ്റ് ആക്കാം. മിക്ക യുവാക്കളെയും പറ്റി പാരൻസ് പറയുന്ന കംപ്ലൈൻ്റ് ആണ് രാവിലെ എഴുന്നേക്കില്ല. ഈയിടെയും കൂടി ഞാൻ കേട്ട ഒരു അമ്മ, കഴിഞ്ഞ ദിവസം കൂടി അമ്മ പറഞ്ഞാണ്, എൻ്റെ മോൻ കറക്റ്റായിട്ട് എഴുന്നേൽക്കുന്നില്ല, അവൻ്റെ രാവിലെ രാത്രിയുമാണ്. അതായത് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. പക്ഷെ രാത്രി അവൻ കുറേ നേരം
പഠിത്തം കഴിഞ്ഞിട്ട് ബാക്കി ടൈം മുഴുവൻ മൊബൈൽ യൂസേജ് കൊണ്ട് അല്ലെങ്കിൽ ഗെയിം അഡിക്ഷൻ ഉണ്ട്. ഈ ഗെയിംസ് അഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഗെയിം കണ്ട് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് കിടക്കുന്നു. അപ്പോൾ 2:30 മണിക്ക്, അപ്പോൾ 2:30 മണിക്കായിരിക്കും കുളിക്കുന്നത്. രാവിലെ വൈകുന്നേരം കുളിക്കേണ്ടത് 2:30 മണിക്ക് രാത്രി കുളിക്കുന്നു. അതിനുശേഷം പിന്നെ രാവിലെ മോർണിംഗ് എഴുന്നേൽക്കുന്ന കോളേജിൽ പോകണം. അങ്ങനെ റുട്ടീൻ കറക്റ്റ് ആക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സ്മോൾ വിൻ മാറ്റേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ഡോപ്പമിൻ ലെവൽസ് കൂട്ടാൻ പറ്റും. മനസ്സിന് സന്തോഷം കിട്ടും. നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചുള്ള സെൽഫ് എസ്റ്റീം എന്ന് പറയും. നമ്മളെക്കുറിച്ച് മതിപ്പ് തോന്നുക, സെൽഫ് എസ്റ്റീം എന്നാണ് അതിന് പറയുന്നത്. അത് നമുക്ക് തന്നെ മതിപ്പ് തോന്നും. അപ്പോൾ അതുവഴി നമുക്ക് നല്ല ഒരു ഇൻഡിവിജ്വലായിട്ട്, അതായത് ആ വ്യക്തിയാണ് വിചാരിക്കേണ്ടത്, അല്ലാതെ അമ്മയോ മാതാപിതാക്കളോ കൊളീഗ്സോ അല്ല വിചാരിക്കേണ്ടത്. ഞാനെന്ന വ്യക്തിയാണ് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ വേറൊരു ടിപ്പ് പറയുവാണെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ലൈഫ് സേവർ എന്നാണ് പറയുന്നത്. അതായത് സങ്കടം വരുന്നത് സ്വാഭാവികം, സന്തോഷം വരുന്നത് സ്വാഭാവികം. പക്ഷേ ഈ സന്തോഷം വരുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. സങ്കടം വരുന്നത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുക, അതായത് ഈ അടക്കി വെക്കാതെ. അതായത് പല ഇമോഷൻസ് ഇപ്പം സപ്രസ്ഡ് ആയിട്ട് വെക്കുന്നു. അമ്മയോട് പറയാൻ പറ്റുന്നില്ല, കൊളീഗ്സിനോട് പറയാൻ പറ്റുന്നില്ല, അവരെന്ത് വിചാരിക്കും, എന്നെക്കുറിച്ച് മോശമായിട്ട് അവർ വിചാരിച്ചാലോ എന്നുള്ള പേടി പറയുമല്ലോ. അപ്പോൾ ഇതെല്ലാം സപ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയും. അപ്പോൾ എത്രത്തോളം ദ മോർ യു ആർ സപ്രസിങ് യുവർ സെൽഫ്, ദ മോർ മെൻ്റൽ ഹെൽത്ത് വിൽ ബി ഡൗൺ. അപ്പം നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയും. അപ്പം ഇമോഷൻസ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫ് സേവറായിട്ട് വരും. പിന്നെ ഒരു ടിപ്പും കൂടി ഉള്ളത്, നമുക്ക് നമ്മളുടേതായ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല എക്സസൈസസും ഞങ്ങൾ ഇവിടെ തെറപ്പി ചെയ്യുന്നുണ്ട്. ഗൈഡഡ് സൊമാറ്റോസൈക്കിക് റിലാക്സേഷൻ എന്ന് പറയും. അത് പല ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് എല്ലാം വഴി തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും. ടോളറൻസ് എന്ന് പറയും, സ്ട്രെസ് ടോളറൻസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കൂട്ടുന്നത് വഴി നമ്മൾ തന്നെ വ്യക്തികൾ റെസീലിയൻ്റ് എന്ന് പറയും. അതായത് ഞാൻ റെസീലിയൻ്റ് ആണോ, റെസീലിയൻ്റ് ഉദ്ദേശിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുള്ള തിരിച്ചു വരും. അപ്പോൾ ഇത് നമുക്ക് കൂട്ടുന്നത് വഴി നമ്മുടെ സമൂഹത്തിന് നമ്മളെ കൊണ്ട് വലിയ പ്രയോജനം ചെയ്യും. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര ആങ്സൈറ്റിയാണ്, ജോലി കിട്ടുമോ എന്ന്. അപ്പോൾ ഞാൻ പലയിടത്തും ടോക്കിന് പോകുമ്പോൾ പറയും, നിങ്ങളെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ റെസീലിയൻ്റ് അല്ല. അപ്പോൾ അതിന് നമ്മൾക്ക് എല്ലാ കമ്പനികളും നോക്കുന്ന ഒരു കമ്പണൻ്റാണ് EQ എന്ന് പറയും, ഇമോഷണൽ കോഷ്യൻ്റ്. കേട്ടിട്ടുണ്ടോ? ഇമോഷണൽ കോഷ്യൻ്റ്. ഇത് അളന്നിട്ടാണ് നാളെ നമുക്ക് ജോബ് കിട്ടുന്നത്. ഈ EQ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വി ആർ ഔട്ട് ഓഫ് ദ ഫീൽഡ്. അപ്പോൾ ഇത് കൂട്ടാനുള്ള ടിപ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എത്രത്തോളം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സെൽഫ് എസ്റ്റീം കൂട്ടുക, നമ്മൾ എത്രത്തോളം റെസീലിയൻ്റ് ആവുക, അതിനുള്ള ടിപ്സുകൾ ഈ പറഞ്ഞ എക്സസൈസസ് ചെയ്യുക. മെൻ്റൽ വർക്കൗട്ട്സ് ഉണ്ട്, ഒത്തിരി വർക്കൗട്ട്സ് ഉണ്ട്. നമ്മളിപ്പം ജിം വർക്കൗട്ട്സ് പോലെ തന്നെ മെൻ്റൽ വർക്കൗട്ട്സ് ഉണ്ട്. അതെല്ലാം ചെയ്യുന്നത് വഴി നമ്മൾക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂട്ടാൻ പറ്റും. അത് മാത്രമല്ല, ലാസ്റ്റായിട്ട് ഒരു കാര്യം പറയേണ്ടത്, നമ്മളുടെ യുവാക്കളോട് പറയേണ്ട ഒരു മെസ്സേജ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത്, യുവർ മെൻ്റൽ ഹെൽത്ത് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. അതാണ് ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യം. ഞാൻ അവരെ കൊണ്ട് പറയും, ഞാൻ കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരെ കൊണ്ട് പറയിക്കും, ഒരു ഓത്തായിട്ട് പറയും. കാരണം ഇത് എൻ്റെ ആവശ്യമാണ്, ഇത് എൻ്റെ കൂട്ടുകാരിയുടെ ആവശ്യവും എൻ്റെ മാതാപിതാക്കളുടെ ആവശ്യവും അധ്യാപകരുടെ ആവശ്യമല്ല. മൈ മെൻ്റൽ ഹെൽത്ത് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നല്ല അറിവായിരുന്നു. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ നമ്മളോട് ചർച്ച ചെയ്തു. അതിലേറ്റവും ഊന്നി പറഞ്ഞ ഒരു കാര്യം, എൻ്റെ മാനസികാരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ്. നമ്മളോടും സമാധാനമായിട്ടിരിക്കുക, മറ്റുള്ളവരോടും ഇരിക്കുക. അപ്പോൾ സൊസൈറ്റിയുടെ, ഇപ്പോൾ ജനതയുടെ മാനസികാരോഗ്യത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. മെൻ്റലി ഹെൽത്തിയായ മാനസികാരോഗ്യമുള്ളൊരു തലമുറ നമുക്കുണ്ടാകും എന്ന ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഡോക്ടർ ക്ലാസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമായി കാണും വരെ, ദിസ് ഇസ് ആര്യ ബോസ് സൈനിങ് ഓഫ്.